ഒരു പകല് മുഴുവൻ മുഖത്തോട് മുഖം നോക്കി ഈച്ചയാട്ടിയിരുന്ന എനിക്കും ചേട്ടായിക്കും രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ വെളിപാട് കിട്ടിയ പോലെ ഒരു മോഹം. ഇതെന്താ സംഗതി? വലിയ സംഭവമൊന്നുമല്ല, കപ്പിറച്ചിയും കഴിക്കണം, അതും ഇപ്പം തന്നെ. പിന്നെ ആലോചനയില്ല, വണ്ടിയെടുത്തു, യാത്ര തുടങ്ങി. തൊണ്ടഭാഗ്യം ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഈ പഞ്ചായത്തിലെ സ്ഥിരം കപ്പയിറച്ചിയും കിട്ടുന്ന കട പോലും ഇന്ന് തുറന്നിട്ടില്ല. അയ്യടാ, അങ്ങനെയങ്ങ് വിടാൻ പറ്റുമോ? അടുത്ത പഞ്ചായത്തിലേക്ക് നുഴഞ്ഞു കയറി. ആ യാത്രയിൽ ഒരു ഡബിൾ മൈൻഡ്. കപ്പയിറച്ചി തന്നെ വേണോ അതോ പൊറോട്ടയും ബീഫും ആക്കിയാലോ എന്ന്. അവസാനം കിട്ടുന്നത് കഴിക്കുക എന്നായി. അങ്ങനെ സ്പോട്ട് കിട്ടി. വിധി നമുക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞു. പരീക്ഷാ റിസൾട്ട് വന്ന് കാത്തിരിക്കുന്ന ഒരു കുട്ടികളായിരുന്നു അപ്പോൾ ഞങ്ങൾ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആവി പറത്തി അവൻ കടന്നു വന്നു. കാഴ്ചയിൽ ആകർഷണം തോന്നിയില്ലെങ്കിലും വായിൽ ഉമ്മിനീരുമായി കൂടിക്കലർന്ന കപ്പയ്ക്കും ഇറച്ചിക്കും വിവരിക്കാനാവാത്ത വിധം അടിപൊളി ടേസ്റ്റായിരുന്നു. എന്തായാലും മലയാളിയുടെ മനസ്സറിഞ്ഞ് ചേരുവകളെല്ലാം കറക്റ്റാക്കി മനസ്സും വയറും നിറച്ചു തന്ന ബംഗാളി ചേട്ടന്മാർക്കിരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട്. അപ്പോൾ ബൈ ബൈ.